പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രവിയുടെ അനുഭവം നിങ്ങൾ ഇതിനകം കേട്ടുകഴിഞ്ഞു. ഇതുപോലുള്ള ദുശ്ശീലമുള്ളവരാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, രവി പോലെ നിങ്ങളും ഈ രണ്ട് ദുശ്ശീലങ്ങളും, മദ്യപാനവും സിഗരറ്റ് വലിയും ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് പോലെ ആ മിച്ചം കിട്ടുന്ന സംഖ്യ നിങ്ങൾ നിക്ഷേപമാക്കി മാറ്റുക. അങ്ങനെ നിക്ഷേപമാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു നല്ല ജീവിതം തിരിച്ചു പോയാൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഈ പ്രോഗ്രാമിന് ശേഷം എൻ്റെ നമ്പർ തന്നെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണവും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. മറ്റൊരു പ്രധാന ചെലവുകൾ പ്രവാസികൾക്ക് സാധാരണ ഉണ്ടാവാറുള്ളത്, നമ്മൾ ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് സന്തോഷം നൽകണമെന്നുള്ള അത്യാഗ്രഹം ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അനുവദനീയമായ 30 കിലോ ആണെങ്കിൽ അല്ലെങ്കിൽ 37 കിലോ ആണെങ്കിൽ അതിൽ ഉപരി സാധനങ്ങൾ കൊണ്ടുപോവുകയും ഭീമമായ സംഖ്യ എയർലൈനിന് അടച്ചു കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സാധനങ്ങളും ഇന്ന് ഗൾഫ് നാടുകളിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്കില്ല നാട്ടിൽ ലഭ്യമാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് അത്തരം സാധനങ്ങൾ നൽകണമെങ്കിൽ, നമുക്ക് സന്തോഷം അതുകൊണ്ട് ഉണ്ടാവണമെങ്കിൽ അതിനു വേണ്ട പണം നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും നമ്മുടെ കുടുംബവുമായി ഏതെങ്കിലും ടൗണിൽ പോയി അവർക്കാവശ്യമുള്ള സാധനങ്ങൾ, അവർക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും. അപ്പോൾ അനാവശ്യമായി പണം നൽകി നഷ്ടപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവുകയില്ല എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ സംതൃപ്തിയും വളരെ കൂടുതലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത്, നമ്മൾ നാട്ടിലേക്ക് ധാരാളം പാർസലുകൾ അയക്കാറുണ്ട്. പാർസലുകൾ നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്ന് പലപ്പോഴും നാട്ടിൽ ക്ലാസ്സുകൾ നടത്തുമ്പോൾ അന്വേഷിച്ചാൽ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ കുടുംബത്തിൽ ഉപയോഗിക്കും. പിന്നെ മറ്റുള്ളത് നമ്മൾ വിതരണം ചെയ്യും, ഗിഫ്റ്റായിട്ട് പലർക്കും കൊടുക്കും. പക്ഷേ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മളുടെ അധ്വാനിച്ച പൈസ നമുക്ക് തന്നെ ജീവിക്കാൻ വേണ്ടത് ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവരെ സംതൃപ്തി നൽകാൻ വേണ്ടി ഇതെല്ലാം കൊടുക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ടാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറും കൈയോടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിച്ച ആരും തന്നെ നമ്മളുടെ സഹായത്തിന് വരാൻ പോകുന്നില്ല എന്ന ദുഃഖസത്യവും നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി, നാട്ടിലേക്ക് തിരിച്ചുപോയി കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ. ആ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ അവരിൽ നിന്ന് പാരിതോഷികം വാങ്ങിച്ചവർ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്ന നഗ്നസത്യം നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പണം ചെലവാക്കുന്നതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങൽ ആവശ്യമാണ്. മറ്റൊരു പ്രധാന ചെലവ് നമുക്കുണ്ടാവാറുള്ളത്, ഏതൊരു പ്രവാസിയുടെയും ആഗ്രഹം ഗൾഫിൽ വന്നാൽ ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഭവനം നമുക്കെല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമാണ്. അത് എപ്പോഴും നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായതേ ആവാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവനും പോരാത്തതിന് കടവും വാങ്ങി ഒരു വീടുണ്ടാക്കുന്ന രീതിയല്ല ശരിക്ക് വേണ്ടത്. നമ്മളുടെ മൊത്തം സമ്പത്തിൻ്റെ 25% കൂടുതൽ ഭവനത്തിന് വേണ്ടി ചെലവാക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഭവനം ഒരിക്കലും ഒരു ആദായം ലഭിക്കുന്ന മാർഗമല്ല. അത് എത്രത്തോളം വലുപ്പം കൂടുന്നോ അതിന് കൂടുതൽ ചെലവ് ചെയ്യേണ്ടി വരുന്നു, കൂടുതൽ ആളുകളെ ജോലിക്ക് വെക്കേണ്ടി വരുന്നു, മറ്റുള്ള പരിചരണത്തിന് കൂടുതൽ ചെലവുകൾ വരുന്നു, അതിനു വേണ്ട ടാക്സുകൾ വളരെ കൂടുതൽ വരുന്നു. അവസാനം ഒരു ഭാര്യയും ഭർത്താവും മാത്രമായി ജീവിക്കുന്നൊരു കാലം നമ്മുടെ ജീവിതത്തിൽ വരും. ആ കാലത്ത് അത്തരം ഭവനങ്ങൾ നമുക്ക് ഭാരമായി തീരുന്നു എന്നുള്ള അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വീടിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഒരു ചുരുങ്ങിയ ചെലവിലുള്ള നമ്മളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ വീടേ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. സാമ്പത്തിക ശേഷി വളരെ കൂടുതലുള്ളവർ ഒരുപക്ഷെ അവർക്ക് വലിയ വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, അത് അവർക്ക് ഒരു ഭാരമായി തീരുകയില്ല.
പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ അവർക്കനുയോജ്യമായ വീടേ വെക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന കാര്യം നമ്മൾക്ക് ഉണ്ടാവാറുള്ളത് നമ്മുടെ വിവാഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രവാസികൾ ബഹുഭൂരിപക്ഷവും ഗൾഫിൽ വന്നതിന് ശേഷമാണ് വിവാഹം കഴിക്കാറ്. അങ്ങനെയുള്ള വിവാഹങ്ങൾക്കെല്ലാം വളരെ അമിതമായി നമ്മൾ പണം ചെലവഴിക്കാറുണ്ട്. ആ ചെലവഴിക്കുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ളൊരു പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. വിവാഹത്തിന് സന്തോഷമായി നൽകണം, നല്ല ഭക്ഷണവും എല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ ബന്ധുക്കളെ വിളിച്ച് അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി കടം വാങ്ങി വിവാഹം കഴിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന പ്രായമായ പല ആളുകളെയും ഗൾഫ് നാടുകളിൽ തളച്ചിടുന്നത് അവരുടെ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി ഭീമമായ സ്ത്രീധനം നൽകേണ്ടി വന്നു എന്ന കാരണം കൊണ്ടാണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാമുകൾ കേൾക്കാറുള്ളവർക്ക്, എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുള്ളവർക്കറിയാം, ഓരോ പ്രോഗ്രാമിലും ധാരാളം ആളുകൾ സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ശപഥം ചെയ്ത അനുഭവങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ചെറുപ്പക്കാർ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാൻ സന്നദ്ധരായിട്ടുണ്ട് എന്ന് ഉള്ളതിന് ദൃഷ്ടാന്തമാണ് അത്തരം സംഭവങ്ങൾ. അന്വേഷിച്ചാൽ അത്തരക്കാരെ കണ്ടെത്തുവാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ത്രീധനം ഇല്ലാതെയുള്ള വിവാഹം നടത്തുവാൻ ഇവിടെയുള്ള പ്രായമായ ആളുകൾ ശ്രമിച്ചാൽ അതിനവസരം ലഭിക്കും. പക്ഷേ പല രക്ഷിതാക്കളും കരുതാറ്, ഞാൻ കുറഞ്ഞ സ്ത്രീധനം കൊടുത്ത് ഒരു വിവാഹം കഴിച്ചു കൊടുത്താൽ എൻ്റെ കുടുംബത്തിനും എനിക്കും അത് നാണക്കേടാണെന്ന് ആണ് പലരുടെയും. അതിന് എനിക്ക് ദുരഭിമാനം എന്നേ എനിക്ക് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് അത്തരം ദുശീലങ്ങൾ അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ എന്ന് തന്നെ പറയാം, അത് പ്രവാസികൾ ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ മാത്രമേ ഈ വയസ്സുകാലത്ത് പോലും ഗൾഫിൽ ജീവിക്കേണ്ട ഗതികേട് വരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചെറുപ്പക്കാർ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കുവാൻ മുന്നോട്ട് വരിക. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. അങ്ങനെയുള്ളവരുടെ ഡാറ്റാ ബാങ്ക് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് പലർക്കും സഹായകമായി തീരും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് നമ്മളുടെ വിവിധ തരത്തിലുള്ള ചെലവുകളാണ്. നമുക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. ഈ ചെലവുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഇതിനും പുറമെ അനാവശ്യമായ ധാരാളം ചെലവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിർബന്ധമല്ലാത്ത ധാരാളം ചെലവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെലവുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് പലരും പരിശോധിച്ചു നോക്കാറില്ല. അതിനുള്ള സംവിധാനമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ചെലവ് നിയന്ത്രണ പട്ടിക എന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ പോക്കറ്റിൽ ഒരു A4 സൈസ് കടലാസ് 6ആയി മുറിച്ചാൽ കിട്ടുന്നൊരു കഷ്ണം കടലാസ് നമ്മുടെ പോക്കറ്റിൽ വെക്കുകയും അതിൽ നമ്മുടെ ചെലവുകളെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യുക. അത് എന്തിന് ചെലവഴിച്ചു, എത്ര ചെലവഴിച്ചു എന്ന് രേഖപ്പെടുത്തിയതിന് ശേഷം 3 കോളങ്ങൾ കൂടെ അതിനോടൊപ്പം വരയ്ക്കുക. ആ കോളത്തിൽ അത്യാവശ്യം, അനാവശ്യം, ഐച്ഛികം എന്ന 3 കോളം ഉണ്ടാവുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് ചെലവഴിച്ച ചെലവുകളിൽ ഏതെല്ലാം കാര്യങ്ങളുമായി ആയിരുന്നു അത്യാവശ്യമെന്ന് നമ്മൾ നോക്കുകയും അത് അത്യാവശ്യത്തിൻ്റെ കോളത്തിലേക്ക് എടുത്തെഴുതുകയും ചെയ്യുക. അനാവശ്യമായി ചെയ്തതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ആ കോളത്തിലും, നിർബന്ധമല്ലാത്ത ചില ചെലവുകൾ നാം ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ആ കോളത്തിലേക്കും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ ഓരോ ദിവസവും കുറേ അനാവശ്യമായ ചെലവുകളും കുറേ നിർബന്ധമല്ലാത്ത ചെലവുകളും ചെയ്യുന്നുണ്ട്. അത്യാവശ്യമായ ചെലവുകൾ വളരെ കുറവേ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇത് ചെയ്യുന്നൊരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുത്താൽ ഒരു മാസം നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായി ചെലവ് ചെയ്യുമ്പോഴും നിർബന്ധമല്ലാത്ത ചെലവുകൾ ചെയ്യുവാൻ അവസരമുണ്ടാകുമ്പോഴും നമ്മളുടെ ഉപബോധ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം നമ്മളിലുണ്ടാവും. അങ്ങനെ നമ്മുടെ ചെലവുകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഒരു സ്വഭാവവിശേഷം നമ്മൾ വളർന്നു വരികയും അതിൻ്റെ ഫലമായി നമ്മൾ നേരത്തെ പറഞ്ഞ നിക്ഷേപം നടത്തുവാൻ വേണ്ടി സമ്പാദിക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്ന സാഹചര്യം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അതിന് എങ്ങനെയാണ് അതിനുള്ള ചെലവ് നിയന്ത്രണ പട്ടിക എന്ന് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അടുത്ത ആഴ്ച
നമുക്ക് തുടർന്ന് ഈ വിഷയം തന്നെ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. അത് തുടരുന്നതായിരിക്കും. ഈ പരിപാടിയെപ്പറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് നേരിട്ട് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 05064678001. ആ നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ആ നമ്പറിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് നിവാരണം നൽകുന്നതാണ്. മാത്രമല്ല NTVയുടെ നമ്പറും ടെലിഫോൺ നമ്പറും ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജനറലായി ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ നമ്പറുകളിൽ ബന്ധപ്പെട്ട് ഇമെയിലിൽ ബന്ധപ്പെട്ട് നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും അടുത്തുള്ള എപ്പിസോഡുകളിൽ നൽകുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ലൈഫ് ലൈൻ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും പുതിയ നിർദ്ദേശങ്ങളും നൽകുന്ന പരിപാടിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മെയിലായി അയയ്ക്കുക. programs@ntvUAE.com അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുക 0653 555 63 എന്ന നമ്പറിലേക്ക്.